വെൽക്കം ഓൾ ടു ടുഡേയ്സ് ക്ലാസ്. സ്നേഹമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് നമ്മൾ സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റീസ് എന്താണെന്ന് നമ്മൾ വിശദമായി ഡിസ്കസ് ചെയ്യേണ്ടായി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതർ ഇമ്പയർമെൻറ്റ്സ് ആൻഡ് ഡിസബിലിറ്റീസ്. സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റീസിന് പുറമേയുള്ള മറ്റ് ഇമ്പയർമെൻറ്റ്സുകളും ഡിസബിലിറ്റീസും. അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് 1 ഓട്ടിസവും 2 സ്പെസിഫിക് ലാംഗ്വേജ് ഡിസബിലിറ്റീസ്. ആദ്യമായിട്ട് നമുക്ക് ഓട്ടിസം എന്താണെന്ന് പരിശോധിക്കാം. ഓട്ടിസം ഈസ് വൺ ഓഫ് എ ഗ്രൂപ്പ് ഓഫ് ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ് നോൺ ആസ് പെർവേഴ്സീവ് ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ് PDD. അതായത് ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ്, ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഡിസോർഡറുകൾ, അതിൻ്റെ ഗ്രൂപ്പിൽപ്പെട്ട ഒരു വിഭാഗമാണ് ഓട്ടിസം എന്ന് പറയുന്നത്. അതായത് ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ഡിസോർഡറാണ് ഓട്ടിസം. അത് പെർവേഴ്സീവ് ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ എന്ന് പറയുന്നു, അതായത് PDD. പെർവേഴ്സീവ് ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ എന്ന് പറയുമ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലും സോഷ്യൽ സ്കില്ലിലും ഒക്കെ ഉണ്ടാകുന്ന ഡിസോർഡേഴ്സ്. അപ്പോൾ ഓട്ടിസം ബാധിച്ചു കഴിഞ്ഞാൽ, അതായത് ഓട്ടിസം എന്ന് പറയുന്നത് എന്താണ്, ഒരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡറാണ്. അതായത് ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഡിസോർഡറാണ്. അതുള്ള കുട്ടികൾക്ക് എന്തുണ്ടാവും, കമ്മ്യൂണിക്കേഷൻ സ്കില്ലും സോഷ്യൽ സ്കിൽസും വളരെ കുറവായിരിക്കും. ആണ് പെർവേഴ്സീവ് ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ് PDD എന്ന് പറയുന്നത്. ദീസ് ഡിസോർഡേഴ്സ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ 3 കോർ ഡെഫിഷ്യൻസ്. ഈ ഡിസോർഡർ എൻ്റെ സവിശേഷത എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 3 പോരായ്മകൾ ഉണ്ടായിരിക്കും കുട്ടികൾക്ക്. ഒന്നാമത് ഇമ്പയർഡ് കമ്മ്യൂണിക്കേഷൻ, വൈകല്യമുള്ള ആശയവിനിമയം രീതിയായിരിക്കും. and impaired reciprocal social interaction and restricted repetitive and stereotyped patterns of behaviors or interests. രണ്ടാമത് പറയുന്നത് ഇമ്പയർഡ് റെസിപ്രോക്കൽ സോഷ്യൽ ഇൻട്രാക്ഷൻ. അതായത് റെസിപ്രോക്കൽ സോഷ്യൽ ഇൻട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ആളുകളുമായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് പരസ്പരം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും, മുന്നോട്ടും ബാക്കോട്ടെന്ന് പറയും. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബന്ധപ്പെട്ട എല്ലാവരുടെയും സ്വാധീനങ്ങളെ ഇൻഫ്ലുവൻസുകളൊക്കെ നമ്മളിലും, നമ്മളെ ഇൻഫ്ലുവൻസ് മറ്റുള്ളവർ അവരുടെ ഇൻഫ്ലുവൻസ് നമ്മളിലും നല്ല ഇൻഫ്ലുവൻസൊക്കെ ചെലുത്തിയിട്ടാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു വൈകല്യം ഉണ്ടാവും, റെസിപ്രോക്കൽ സോഷ്യൽ ഇൻട്രാക്ഷൻ കുറയും. അതുപോലെ മൂന്നാമത് റെസ്ട്രിക്റ്റഡ്, അതായത് നെക്സ്റ്റ് സെൻറ്റൻസിലേക്ക് വരേണ്ടതാണ്. ആൻഡ് റെസ്ട്രിക്റ്റഡ് റിപ്പീറ്റീവ് ആൻഡ് സ്റ്റീരിയോടൈപ്ഡ് പാറ്റേൺസ് ഓഫ് ബിഹേവിയേഴ്സ് ഓർ ഇൻട്രസ്റ്റ്. റിപ്പീറ്റീവ് ആയിട്ടുള്ള എപ്പോഴും ആവർത്തിച്ച് വരുന്ന ബിഹേവിയർ ആയിരിക്കും. അതായത് സ്റ്റീരിയോടൈപ്ഡ്, എപ്പോഴും ഒരേ സെയിം ആയിട്ടുള്ള ഒരു പാറ്റേണിലുള്ള ബിഹേവിയർ ആയിരിക്കും. താല്പര്യങ്ങളും അങ്ങനെ ആയിരിക്കും. അതിലൊരു ചേഞ്ചോ നോവൽറ്റി ഉണ്ടാവില്ല. ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഓട്ടിസം ബാധിച്ച കുട്ടികളുണ്ടാവുന്ന ഡെഫിസിറ്റ്സുകൾ എന്ന് പറയുന്നത്. ദ കോർ ഫീച്ചേഴ്സ് ഓഫ് ASD ഇൻക്ലൂഡ്സ്. ASDയുടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇമ്പയർമെൻറ്റ്സ് ഇൻ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ, ഒന്ന് സാമൂഹ്യമായ ആശയവിനിമയത്തിലുണ്ടാവുന്ന വൈകല്യങ്ങൾ, ഇമ്പയർമെൻറ്റ്സ്. രണ്ടാമത് ഇമ്പയർമെൻറ്റ്സ് ഇൻ ലാംഗ്വേജ് ആൻഡ് റിലേറ്റഡ് കോഗ്നിറ്റീവ് സ്കിൽസ്, ഭാഷയും അതുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിപരമായിട്ടുള്ള നൈപുണികൾ, അതിനുള്ള വൈകല്യങ്ങൾ. അതായത് ഭാഷ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ആൻഡ് ബിഹേവിയറൽ ആൻഡ് ഇമോഷണൽ ചാലഞ്ചസ്, ഈ ബിഹേവിയറലായിട്ടും നമ്മുടെ വ്യവഹാരപരമായിട്ടും അതുപോലെ ഇമോഷണലായിട്ടും നമ്മുടെ വൈകാരികമായിട്ടുള്ള വെല്ലുവിളികൾ, നമ്മുടെ പെരുമാറ്റത്തിൽ വികാരങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ചലഞ്ചസ്. These core features are significantly influenced by developmental level of language acquisition. ഈ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അത് സ്വാധീനിക്കപ്പെടുന്നത് എന്താണ്, ബൈ ഡെവലപ്മെൻറ്റൽ ലെവൽ ഓഫ് ലാംഗ്വേജ് അക്വിസിഷൻ. ഭാഷ ശരിയായ രീതിയിൽ അക്വയർ ചെയ്യാൻ, സ്വായത്തമാക്കാനുള്ളതിൻ്റെ അതിൻ്റെ വികാസത്തിൻ്റെ ലെവല് അതിനാൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ത്, ഈ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഭാഷ ശരിയായ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അക്വയർ ചെയ്യാൻ കഴിയില്ല, ഭാഷാ വികാസം ഉണ്ടാവില്ല. ഇൻ അഡീഷൻ ടു ദീസ് കോർ ഫീച്ചേഴ്സ്, സെൻസറി ആൻഡ് ഫീഡിങ് ചാലഞ്ചസ് മേ ആൾസോ പ്രസൻറ്റ്.
ഇതിന് പുറമെ സെൻസറി ആൻഡ് ഫീലിംഗ് ചാലഞ്ചസ് എന്ന ഒരു പ്രശ്നം കൂടി ഉണ്ടാവും ഈ കുട്ടികൾക്ക്. സെൻസറി ആൻഡ് ഫീഡിങ് ചാലഞ്ച് പറയുമ്പോൾ എന്താണ്, സെൻസറി മൊഡാലിറ്റി ഉണ്ടാവില്ല, അത് ഓവർ റെസ്പോൺസീവ് ആയിരിക്കും കുട്ടികൾ എപ്പോഴും. ഇപ്പോൾ നമ്മുടെ സ്മെല്ല്, സൗണ്ട്, ഇതിനോടൊക്കെ അത് ശരിയായ രീതിയിൽ അതിൻ്റെ ഇത് ഉൾക്കൊണ്ട് പെരുമാറാൻ വേണ്ടിയിട്ട് കുട്ടിക്ക് കയ്യിൽ ഓവർ റെസ്പോൺസീവ്നെസ് ഉണ്ടാവും, അല്ലെങ്കിൽ അണ്ടർ റെസ്പോൺസീവ്നെസ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു മിക്സഡ് പാറ്റേൺ ഓഫ് റെസ്പോൺസീവ്നെസ് ആയിരിക്കും കുട്ടികൾക്ക് ഉണ്ടാവുക. അതായത് നമ്മുടെ അന്തരീക്ഷത്തിലുള്ള സൗണ്ടുകൾ, സ്മെല്ലുകൾ, മറ്റ് ലൈറ്റ്, ഇതിനോടൊക്കെ ഒരു ഓവർ റെസ്പോൺസീവ്നെസ്, അല്ലെങ്കിൽ അണ്ടർ റെസ്പോൺസീവ്നെസ്, അല്ലെങ്കിൽ മിക്സഡ് റെസ്പോൺസീവ്നെസ് ആയിരിക്കും ഉണ്ടാവുക, നോർമലായിരിക്കില്ല. അതാണ് സെൻസറി ആൻഡ് ഫീഡിങ് ചാലഞ്ചസ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ഇനി അടുത്ത് പറയുന്നുണ്ട്, വിശദമായിട്ട് പറയുന്നുണ്ട്. ഫോളോയിങ് ആർ സൈൻസ് ആൻഡ് സിംറ്റംസ് കോമൺ ടു ASD. ASDയുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ, അടയാളങ്ങൾ താഴെ പറയുന്നവയാണ്. സ്പെസിഫിക് ഏരിയാസ് ഓഫ് ഡെഫിസിറ്റ് വിൽ വേരി. നോ വൺ ഇൻഡിവിജ്വൽ വിൽ ഹാവ് എവറി സൈൻ ആൻഡ് സിംറ്റം. കൃത്യമായിട്ടും ഈ ഡെഫിസിറ്റ്, അതിൻ്റെ പോരായ്മയുടെ ഏരിയാസ് അത് വ്യത്യാസപ്പെട്ടിരിക്കും കുട്ടികൾ തമ്മിൽ, എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. ഒരു ഇൻഡിവിജ്വൽ ഒരിക്കലില്ല എന്തില്ല എല്ലാ സൈൻസും സിംറ്റംസും കാണിക്കില്ല. ഇനി താഴെ പറയുന്ന സിംറ്റംസ്, സൈൻസ്, അതായത് അടയാളങ്ങളും ലക്ഷണങ്ങളൊന്നും എല്ലാ ലക്ഷണങ്ങളും എല്ലാ കുട്ടികളും കാണിച്ചു കൊള്ളണം എന്നില്ല. ഇതിൽ കുറേ ലക്ഷണങ്ങൾ കാണിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇമ്പയർമെൻറ്റ്സ് ഇൻ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ. ഒന്നാമത്തത് സോഷ്യൽ കമ്മ്യൂണിക്കേഷനിലുള്ള ഇമ്പയർമെൻ്റ് ആണ്, സാമൂഹികമായിട്ടുള്ള ആശയവിനിമയത്തിലുണ്ടാവുന്ന ഇമ്പയർമെൻറ്റ്സ്. ഇമ്പയർമെൻറ്റ്സ് ഇൻ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഇൻക്ലൂഡ് ഡെഫിസിറ്റ് ഇൻ ജോയിൻ്റ് അറ്റൻഷൻ, സോഷ്യൽ റെസിപ്രോസിറ്റി ആൻഡ് സോഷ്യൽ കോഗ്നിഷൻ. സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ അതിലുള്ള ഡെഫിസിറ്റ് അല്ലെങ്കിൽ ഇമ്പയർമെൻറ്റ്സ് അതിൽ ഉൾപ്പെടുന്നത് ജോയിൻ്റ് അറ്റൻഷനാണ്. ഒന്ന് ജോയിൻ്റ് അറ്റൻഷൻ എന്ന് പറയുമ്പോൾ വിശദീകരിക്കുന്നുണ്ട്. ജോയിൻ്റ് അറ്റൻഷൻ ഈസ് ദ ഷെയർഡ് ഫോക്കസ് ഓഫ് 2 or more ഇൻഡിവിജ്വൽസ് ഓൺ ദ സെയിം ഓബ്ജക്ട്സ് ഓർ ഇവൻ്റ് ആണ്. 2 or 3 ഇതിലധികം ഇൻഡിവിജ്വൽസ് ഒരേ ഓബ്ജക്റ്റിനെ എന്ത് ചെയ്യുക, വീക്ഷിക്കുമ്പോൾ ഫോക്കസ് ചെയ്യാൻ കഴിയാന്നുള്ളതാണ് ജോയിൻ്റ് അറ്റൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ സോഷ്യൽ റെസിപ്രോസിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. സമൂഹത്തിൽ നമ്മൾ ഇടപെട്ട് ജീവിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നോട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ ആളുകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ എല്ലാ ഇൻഫ്ലുവൻസുകൾ നമ്മൾ സ്വാധീനിക്കാൻ ശ്രമിക്കണം. നമ്മളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാധീനങ്ങൾ ചെലുത്താൻ കഴിയണം. അതാണ് സോഷ്യൽ റെസിപ്രോസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് സോഷ്യൽ കോഗ്നിഷൻ, അതുപോലെ തന്നെ സമൂഹത്തിലെ പിന്നെ സോഷ്യൽ വേൾഡിൽ ഉണ്ടാവുന്ന അതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് ഒരു മെൻ്റൽ പ്രോസസ്സ് നടത്താൻ, കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് പെർസീവ് ചെയ്യാൻ, അറ്റൻഡ് ചെയ്യാൻ, റിമെമ്പർ ചെയ്യാനൊക്കെ, തിങ്ക് ചെയ്യാനൊക്കെ കഴിയാമെന്നുള്ളതാണ് സോഷ്യൽ കോഗ്നിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ 3 കാര്യങ്ങളും എന്തുണ്ടാവും, ഇതിനകത്ത് വരും. ഇത് ഇമ്പയർമെൻറ്റ്സ് ഇൻ സോഷ്യൽ കമ്മ്യൂണിക്കേഷനിൽ വരും. ജോയിൻ്റ് അറ്റൻഷൻ, സോഷ്യൽ റെസിപ്രോസിറ്റി ആൻഡ് സോഷ്യൽ കോഗ്നിഷൻ. ആ ജോയിൻ്റ് അറ്റൻഷൻ വിവരിക്കുന്നുണ്ട്. ജോയിൻ്റ് അറ്റൻഷൻ ഈസ് ദ ഷെയർഡ് ഫോക്കസ് ഓഫ് 2 or more ഇൻഡിവിജ്വൽസ് ഓൺ ദ സെയിം ഓബ്ജക്റ്റ് ഓർ ഇവൻറ്റ്. നേരത്തെ വിശദീകരിച്ചു കഴിഞ്ഞു. ഒരേ ഓബ്ജക്റ്റിൽ അല്ലെങ്കിൽ ഒരു ഇവൻറ്റിൽ 2 or അതിലധികമോ വ്യക്തികൾ ഒന്നിച്ച് ഫോക്കസ് ചെയ്യുന്നതാണ് ജോയിൻ്റ് അറ്റൻഷൻ എന്ന് പറയുന്നത്. സോഷ്യൽ റെസിപ്രോസിറ്റി ഈസ് ദ ബാക്ക് ആൻഡ് ഫോർത്ത് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ പീപ്പിൾ ഡ്യൂറിങ് വിച്ച് ദ ബിഹേവിയർ ഓഫ് ഈച്ച് പേഴ്സൺ ഇൻഫ്ലുവൻസസ് ദ ബിഹേവിയർ ഓഫ് ദ അതർ പേഴ്സൺസ്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്താണ് ബാക്ക് ആൻഡ് ഫോർത്ത് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ പീപ്പിൾ, ആളുകൾ തമ്മിലുള്ള മുന്നോട്ടും പുറകിലോട്ടുള്ള ഇൻട്രാക്ഷനാണ്. അതിൽ കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ഡ്യൂറിങ് വിച്ച് ദ ബിഹേവിയർ ഓഫ് ഈച്ച് പേഴ്സൺ ഇൻഫ്ലുവൻസ് ദ ബിഹേവിയർ ഓഫ് ദ അതർ പേഴ്സൺ. ഓരോ പേഴ്സൻ്റെയും ബിഹേവിയർ മറ്റൊരു പേഴ്സണ് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നത്. അതുപോലെ സോഷ്യൽ കോഗ്നിഷനും പറഞ്ഞു കഴിഞ്ഞു. റെഫേഴ്സ് ടു ദ മെൻ്റൽ പ്രോസസ് ഇൻവോൾവ്ഡ് ഇൻ പെർസീവിങ്, അറ്റൻഡിങ് ടു, റിമെമ്പറിങ്, തിങ്കിങ് അബൌട്ട് ആൻഡ് മേക്കിംഗ് സെൻസ് ഓഫ് ദ പീപ്പിൾ ഇൻ അവർ സോഷ്യൽ വേൾഡ്. നമ്മുടെ സോഷ്യൽ വേൾഡിലുള്ള ആളുകളെക്കുറിച്ചുള്ള പെർസെപ്ഷന്, അതുപോലെ തന്നെ അറ്റൻഡ് ചെയ്യുന്നത്, റിമെമ്പർ ചെയ്യുന്നതിലോ തിങ്ക് ചെയ്യുന്നതിലൊക്കെ ഉണ്ടാകുന്നൊരു മെൻ്റൽ പ്രോസസ്സാണ് സോഷ്യൽ കോഗ്നിഷൻ എന്ന് പറയുന്നത്. എന്നാലും ശരിയായ രീതിയിൽ ഒരു ഉൾക്കാഴ്ച നമ്മളെ സോഷ്യൽ വേൾഡിനെ കുറിച്ച് കിട്ടുകയുള്ളൂ. ഇത് 3 വളരെ പ്രധാനമാണ്. അതുപോലെ ഇമ്പയർമെൻറ്റ്സ് ഇൻ ലാംഗ്വേജ് ആൻഡ് റിലേറ്റഡ് കോഗ്നിറ്റീവ് സ്കിൽസ്. ഭാഷയും അതുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിപരമായ നൈപുണികൾ, അതിനുണ്ടാവുന്ന പോരായ്മകൾ, വൈകല്യങ്ങൾ.
ഇമ്പയർമെൻറ്റ്സ് ഇൻ ലാംഗ്വേജ് ആൻഡ് റിലേറ്റഡ് കോഗ്നിറ്റീവ് സ്കിൽസ് ഇൻക്ലൂഡ് ഡെഫിഷ്യൻസ് ഇൻ ദ ഫോളോയിങ് 7 ഏരിയാസ്. ഇതിനകത്ത് 7 ഏരിയ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ താഴെ പറയുന്ന 7 ഏരിയാസ് ഈ ലാംഗ്വേജ് ആൻഡ് റിലേറ്റഡ് കോഗ്നിറ്റീവ് സ്കിൽസിൻ്റെ ഇമ്പയർമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികൾ കാണാം. ഒന്ന്, ഡിലേഡ് ഓർ ഇമ്പയർഡ് അക്വിസിഷൻ ഓഫ് വേർഡ്സ്, വേർഡ് കോമ്പിനേഷൻസ് ആൻഡ് സിൻടാക്സ്. വളരെ ഡിലേ ആയിട്ടുള്ള, വൈകിയിട്ടുള്ള, അല്ലെങ്കിൽ വൈകല്യത്തോട് കൂടിയുള്ള അക്വിസിഷൻ ഓഫ് വേർഡ്സ്, വാക്കുകളൊക്കെ സ്വായത്തമാക്കുന്നത് വളരെ ഡിലേ ആയിട്ടായിരിക്കും. താമസിച്ചിട്ടായിരിക്കും കുട്ടികൾ ഓരോ വാക്കുകളൊക്കെ പഠിക്കുക, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ആ വാക്ക് പഠിക്കില്ല. അതുപോലെ വേർഡ് കോമ്പിനേഷന്, വാക്കുകളെ ക്രമീകരണം, അതുപോലെ സിൻടാക്സ്, വാക്യഘടന, ഇതൊക്കെ വൈകിട്ടായിരിക്കും, കുറേ ലേറ്റായിട്ട് വൈകിട്ടായിരിക്കും കുട്ടി സ്വായത്താക്കുക. അല്ലെങ്കിൽ ഈ സ്വായത്തമാക്കുന്നതിന് ശരിയായ രീതിയിലാവില്ല, ഇമ്പേർഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും. അതിനകത്ത് എന്തൊക്കെ വരും? ഇൻക്ലൂഡിങ് ലോസ് ഓഫ് ഏർലിയർ ലേൺഡ് വേർഡ്സ്, അതായത് ആദ്യം പഠിച്ച വാക്കുകൾ കുട്ടിക്ക് മറന്നു പോകും, നഷ്ടപ്പെട്ടു പോകും. ലോസ് ഓഫ് ഏർലിയർ ലേൺഡ് വേർഡ്സ്, ആദ്യം പഠിച്ച വാക്കുകളൊന്നും ഓർമ്മ ഉണ്ടാവില്ല. ഡിലേഡ് അക്വിസിഷൻ ഓഫ് വേർഡ്സ് റെപ്രസെൻറ്റിംഗ് സോഷ്യൽ സ്റ്റിമുലി സച്ച് ആസ് ആക്ഷൻസ് ആൻഡ് പീപ്പിൾസ് നെയിംസ്. ഇനീഷ്യൽ വേർഡ്സ് ആർ ഓഫൻ നൗൺസ് ആൻഡ് ആട്രിബ്യൂട്ട്സ്. മിക്കവാറും നൗണും അതുപോലത്തെ വിശേഷണങ്ങളും, നാമവും വിശേഷണമൊക്കെ ആയിരിക്കും കുട്ടികൾ ആദ്യമായിട്ട് പഠിക്കുക. പക്ഷേ സോഷ്യൽ സ്റ്റിമുലിയായിട്ട് ബന്ധപ്പെട്ട, അതായത് ആക്ഷൻസ് ആൻഡ് പീപ്പിൾസ് നെയിംസ്, പ്രവർത്തനങ്ങളുടെ പിന്നെ പേര്, അതുപോലെ തന്നെ ആളുകളുടെ പേരുകൾ, ഇതൊക്കെ കുട്ടികൾ അക്വയർ ചെയ്യാൻ കുറേ വൈകും. അതുപോലെ യൂസ് ഓഫ് ഇക്കോലാലിയ, അതായത് റിപ്പീറ്റേഷൻ ഓഫ് അട്രൻസസ് പ്രൊഡ്യൂസ്ഡ് ബൈ അതേഴ്സ്, മറ്റുള്ളവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ്, അതാണ് എക്കോലാലിയ എന്ന് പറയുന്നത്. അതിലൊക്കെ എന്തുണ്ടാവും? ഡിലേ വരും കുട്ടികൾക്ക്. രണ്ടാമത് വരുന്ന ഡെഫിഷ്യൻസ് ഇൻ യൂസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് നോൺ വെർബൽ ആൻഡ് വെർബൽ കമ്മ്യൂണിക്കേഷൻസ്. വെർബലായിട്ട് നോൺ വെർബലായുള്ള കമ്മ്യൂണിക്കേഷൻസ് അത് യൂസ് ചെയ്യുന്നതിലും അത് മനസ്സിലാക്കുന്നതിലൊക്കെ ഉണ്ടാകുന്ന പോരായ്മയാണ്. ഇൻക്ലൂഡിങ് ഡിലേഡ് യൂസ് ഓഫ് ഫേഷ്യൽ എക്സ്പ്രഷൻസ്. നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസിൻ്റെ യൂസ് വളരെ ഡിലേ ആയിരിക്കും. അതുപോലെ ബോഡി ലാംഗ്വേജ്, ശരീരഭാഷ, ആൻഡ് ജസ്റ്റേഴ്സ്, നമ്മുടെ ആംഗ്യങ്ങൾ, ആൻഡ് ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ ദ ലേറ്റർ പാർട്ട് ഓഫ് ദ ഫസ്റ്റ് ഇയർ ഓഫ് ലൈഫ്. അതുപോലെ കമ്മ്യൂണിക്കേഷനുള്ള മറ്റ് ഫോംസ്, അതിലെല്ലാം എന്തുണ്ടാവും? ഡിലേ ആയിരിക്കും. ഇൻ ദ ലേറ്റർ പാർട്ട് ഓഫ് ദ ഫസ്റ്റ് ഇയർ ഓഫ് ലൈഫ്, ഒന്നാമത്തെ വയസ്സിൻ്റെ ലാസ്റ്റ് ഭാഗത്താണ് ഇതൊക്കെ വരേണ്ടത്. അപ്പോൾ വളരെ ഡിലേ ആയിരിക്കും ഈ കുട്ടികൾക്ക് ഈ കാര്യങ്ങളിൽ ആ സമയത്ത് ഉണ്ടാവുക. റിമൈനിങ് അൺകൺവെൻഷണൽ ത്രൂ ഔട്ട് ഡെവലപ്മെൻറ്റ്. അങ്ങനെ ഡെവലപ്മെൻറ്റിൻ്റെ മൊത്തത്തിലെ ഈ ഡെവലപ്മെൻറ്റ് എല്ലാ സ്റ്റേജിലും അതെന്തായിരിക്കും? അത് കുട്ടിയിൽ ബാധിക്കുന്നുള്ളതാണ്. നെക്സ്റ്റ്, വോക്കൽ ഡെവലപ്മെൻറ്റ് ഡെഫിസിറ്റ്സ്. വോക്കൽ ഡെവലപ്മെൻറ്റ് ഡെഫിസിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വോക്കൽ അപ്പാരറ്റസ്, അതായത് ഫാരിങ്സ്, ടാരിങ്സ്, ശ്വാസനാളം, ശബ്ദനാളം, അതുപോലെ ടീത്ത്, ടങ്, ലിപ്സ്, പല്ല്, നാക്ക്, ചുണ്ട്, ഇവയൊക്കെയാണല്ലോ ഇത് വോക്കൽ അപ്പാരറ്റസ് എന്ന് പറയുന്നത്. അവയുടെ പ്രവർത്തനവും നിങ്ങൾ ശരിയായ രീതിയിൽ ഏകോപിക്കാൻ പറ്റാത്ത അവസ്ഥ, അതാണ് വോക്കൽ ഡെവലപ്മെൻറ്റ് ഡെഫിസിറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടില്ല, മനസ്സിലാക്കി വെച്ചാൽ മതി. അതിൽ വോക്കൽ അപ്പാരറ്റസ് ആയ ഫാരിങ്സ്, ടാരിങ്സ്, അതുപോലെ ടീത്ത്, ടങ്, ലിപ്സ്, ശ്വാസനാളം, ശബ്ദനാളം, അതുപോലെ പല്ല്, പിന്നെ നാക്ക്, ചുണ്ട്, ഇവയുടെ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ ഏകോപിപ്പിച്ചിട്ട് പിന്നെ സൗണ്ട് ശരിയായ രീതിയിൽ പുറപ്പെടുവിക്കാൻ കഴിയാത്ത അവസ്ഥ. പിന്നെ സിംബോളിക് പ്ലേ ഡെഫിസിറ്റ്സ്. സിംബോളിക് ആയിട്ടുള്ള പ്ലേ, അതായത് നമ്മൾ ഒന്നിനെ മറ്റൊന്നായി സങ്കല്പിച്ച് കുട്ടികൾ കളിക്കുകയല്ല, നമ്മൾ പഠിച്ചിട്ടുണ്ടോ പിയാഷൻ്റെ ഒക്കെ തിയറിയിൽ. അങ്ങനെയുള്ള കളികളിലുണ്ടാവുന്ന ഇമ്പയർമെൻറ്റ്, സിംബോളിക് പ്ലേ ഡെഫിസിറ്റ്സ്. അപ്പോൾ അതാണ്. പിന്നെ കോൺവേഴ്സേഷൻ ഡെഫിസിറ്റ്സ്, സംഭാഷണങ്ങളിലുണ്ടാകുന്ന പോരായ്മയാണ്. ഇൻക്ലൂഡിങ് ലിമിറ്റേഷൻസ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് അപ്ലൈയിങ് സോഷ്യൽ നോംസ് ഓഫ് കൺവെർസേഷൻ. കൺവെർസേഷന്, സംഭാഷണങ്ങൾക്ക് ഒരു സോഷ്യൽ നോംസ് ഉണ്ട്, ചില മാനദണ്ഡങ്ങൾ, സാമൂഹികമായ മാനദണ്ഡങ്ങളുണ്ട്. അത് ഒന്നും ശരിയായ രീതിയിൽ കുട്ടികൾ പാലിക്കില്ല, അത് മനസ്സിലാക്കില്ല, പാലിക്കാനും കഴിയില്ല. എക്സാമ്പിൾ, ബാലൻസ്ഡ് ടേൺ ടേക്കിംഗ്. നമ്മൾ സംഭാഷണം നടത്തുമ്പോൾ നമ്മൾ ആരൊക്കെ എപ്പോഴൊക്കെ പറയണമെന്നല്ല നമുക്കൊരു രൂപം ഉണ്ടാവുമല്ലോ. ഇടയ്ക്ക് പറയാൻ പാടില്ല, ഒരാൾ പറയുമ്പോൾ അദ്ദേഹത്തിന് പറയാനുള്ള കഴിഞ്ഞിട്ടേ മറ്റൊരാൾ പറയാൻ പാടുള്ളൂ. അങ്ങനെ ടേൺ ടേക്കിംഗ് ഉണ്ട്, അതൊന്നും ഇവർക്ക് ഉണ്ടാവില്ല. ബാലൻസ്ഡ് ടേൺ ടേക്കിംഗ് ഉണ്ടാവില്ല. വോക്കൽ വോളിയം ഉണ്ടാവില്ല, വോളിയം ശരിയായ രീതിയിൽ ആയിരിക്കില്ല വോക്കൽ വോളിയം.
പ്രോക്സിമിറ്റി എന്നാണ് അടുപ്പാണ്. അടുപ്പം ഒരു സംഭാഷണങ്ങളിലൊക്കെ ഒരു പ്രോക്സിമിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ പ്രൊസോഡി ശബ്ദലക്ഷണം, ശരിയായ ശബ്ദലക്ഷണം ഉണ്ടാവില്ല. ആൻഡ് കൺവേഴ്സേഷണൽ ടൈമിങ്സ്, ശരിയായ രീതിയിൽ സംഭാഷണ ടൈമിങ്ങും ശരിയാവില്ല. അങ്ങനെയുള്ള സോഷ്യൽ നോംസുകളൊന്നും സംഭാഷണത്തിൽ കുട്ടികൾ എന്തില്ല ഈ ഓട്ടിസമുള്ള കുട്ടികൾക്ക് പാലിക്കാൻ കഴിയില്ല എന്നതാണ്. പിന്നെ നെക്സ്റ്റ് വരുന്ന ലിറ്റററി ഡെഫിസിറ്റ്സ് ആണ്. സാഹിത്യപരമായിട്ട് വരുന്ന ഇമ്പയർമെൻറ്റ്സ് ഇൻക്ലൂഡിങ് ഡിഫിക്കൽറ്റി ഇൻ റീഡിങ് ഫോർ മീനിങ്. അർത്ഥവത്തായ രീതിയിലുള്ള വായനയില്ലേ, അതിന് കുട്ടിയെ കഴിയില്ല. റീഡിങ് ഫോർ മീനിങ് കഴിയില്ല. അതായത് ഫങ്ഷണൽ യൂസ് ഓഫ് ബുക്സ്, പുസ്തകങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫങ്ഷണൽ യൂസ് ഉണ്ട്. അതുകൊണ്ടൊരു ഉപയോഗം നമുക്ക് ഉണ്ടാവണം. അതിലെ കാര്യങ്ങളൊക്കെ അപഗ്രഥിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് വിവിധ പെർസ്പെക്റ്റീവ്സുകൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയണമല്ലോ. അതാണ് ഫങ്ഷണൽ യൂസ് ഓഫ് ബുക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അർത്ഥവത്തായ രീതിയിലുള്ള വായന അതിന് കഴിയില്ല കുട്ടികൾക്ക്. അണ്ടർസ്റ്റാൻഡിങ് നാരേറ്റീവ്സ് ആൻഡ് എക്സ്പോസിറ്ററി ടെക്സ്റ്റ് ദർ റിക്വയർസ് മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ്സ്. വ്യത്യസ്തമായിട്ടുള്ള വീക്ഷണകോണങ്ങളുള്ള സാഹിത്യ രൂപങ്ങൾ, വിവരണാത്മകമായിട്ടുള്ള സാഹിത്യ രൂപങ്ങൾ, അതൊന്നും കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല എന്നുള്ളതാണ്. എക്സാമ്പിൾ പെർസ്വേസീവ് ആൻഡ് കമ്പാരറ്റീവ് കോൺട്രാസ്റ്റീവ്. പരസ്പരം താരതമ്യം ചെയ്യുക, അല്ലെങ്കിൽ പരസ്പരം അതിൻ്റെ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്തുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പുസ്തകങ്ങൾ അല്ലെങ്കിൽ ആശയങ്ങളൊക്കെ കമ്പാരറ്റീവായിട്ട് കോൺട്രാസ്റ്റീവായിട്ടൊക്കെ കുട്ടികളെ നമ്മൾ എഴുതാൻ വേണ്ടി ഒക്കെ നമ്മൾ പറയുമല്ലോ. അപ്പോൾ അത്തരത്തിൽ കമ്പാരറ്റീവായിട്ട് രണ്ട് പുസ്തകങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല, രണ്ട് സാഹിത്യ കൃതികൾ തമ്മിൽ, അല്ലെങ്കിൽ അതിൻ്റെ കോൺട്രാസ്റ്റ് ചെയ്യാൻ കഴിയില്ല, അതിൻ്റെ വൈരുദ്ധ്യങ്ങൾ കുട്ടികൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ആ രൂപത്തിലുള്ള സാഹിത്യപരമായ കഴിവുകൾ കുട്ടികൾക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. പിന്നെ ഗെറ്റിംഗ് ദ മെയിൻ ഐഡിയ ആൻഡ് സമ്മറൈസിങ്. നമ്മൾ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ ഐഡിയ മനസ്സിലാക്കിയിട്ട് സമ്മറൈസ് ചെയ്യാം. നമ്മളിപ്പോൾ ബി.എഡിനൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ, എക്സ്പോസിറ്ററി റൈറ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പം അത്തരം ഉയർന്ന നിലവാരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. ആൻഡ് പ്രൊവൈഡിങ് സഫിഷ്യൻറ്റ് ഇൻഫർമേഷൻ ഫോർ ദ റീഡർ വെൻ റൈറ്റിംഗ്. അതുപോലെ ഈ സഫിഷ്യൻ്റായ ഇൻഫർമേഷൻ എന്ത് ചെയ്യാൻ കഴിയില്ല, വായനക്കാരന് നൽകാൻ വേണ്ടി കഴിയില്ല. എഴുതുകയാണെങ്കിൽ സഫിഷ്യൻറ്റ് ഇൻഫർമേഷൻ ശരിയായ രീതിയിൽ എഴുതാൻ വേണ്ടിയിട്ട് കഴിയില്ല. അപ്പോൾ ലിറ്റററി ഡെഫിസിറ്റ്സ് ആണ് ഈ പറഞ്ഞത്. അപ്പം എന്താണ്, വിവരണാത്മകമായിട്ടുള്ള എന്തെങ്കിലും വിശദീകരിക്കാനോ അല്ലെങ്കിൽ പേഴ്സ്പെക്റ്റീവ്സ്, വ്യത്യസ്ത വീക്ഷണകോണങ്ങൾ പരിശോധിക്കാനോ കമ്പയർ ചെയ്യാനോ കോൺട്രാസ്റ്റ് ചെയ്യാനോ ഒക്കെ ഉള്ള സാഹിത്യ കൃതികളും ഒന്നും കുട്ടികൾക്ക് കൃത്യമായ ധാരണകൾ ഉണ്ടാവില്ല എന്നർത്ഥം. നെക്സ്റ്റ് എക്സിക്യൂട്ടീവ് ഫങ്ഷനിങ് ഡെഫിസിറ്റ്സ്. എക്സിക്യൂട്ടീവ് ഫങ്ഷനിങ് ഡെഫിസിറ്റ്സ്, നമ്മൾ പ്രവർത്തികൾ, നമ്മൾ കാര്യങ്ങളൊക്കെ നിർവഹിക്കുമ്പോൾ കാര്യനിർവഹണത്തിന് കുറച്ച് സ്കില്ലുകളുണ്ട്. അപ്പോൾ അത് ശരിയായ രീതിയിൽ ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ആ സ്കില്ലുകളൊക്കെ ഉപയോഗപ്പെടുത്തണം. അതിലുള്ള ഡെഫിസിറ്റ്സ് ഉണ്ടാവും. ഇൻക്ലൂഡിങ് ലാക്ക് ഓഫ് ഓർ ലിമിറ്റഡ് ഫ്ലെക്സിബിലിറ്റി. വളരെ കുറഞ്ഞ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ തീരെ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവില്ല, വളരെ റിജിഡായിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ കാര്യനിർവഹണം നടത്തുമ്പോൾ എപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കണം, ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഫ്ലെക്സിബിൾ ആകും. ഓവർ ഫ്ലെക്സിബിൾ ആകാൻ പാടില്ല, പിന്നെ തീരെ ലിമിറ്റഡ് ഫ്ലെക്സിബിലിറ്റിയും പാടില്ല. ഒരു മീഡിയം ലെവലിൽ ഫ്ലെക്സിബിലിറ്റി നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇവിടെ എന്താണ്, തീരെ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവുക, അല്ലെങ്കിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവുള്ളൂ. അതുപോലെ പുവർ പ്രോബ്ലം സോൾവിങ് എബിലിറ്റി വളരെ കുറവായിരിക്കും. അത് ഒരു മെൻ്റൽ എബിലിറ്റിയാണ് പ്രോബ്ലം സോൾവിങ്, അത് വളരെ പുവറായിരിക്കും. അതുപോലെ പുവർ പ്ലാനിങ് ആൻഡ് ഓർഗനൈസേഷൻ, ആസൂത്രണവും അതുപോലെ തന്നെ സംഘാടനവും അതൊക്കെ നടത്താൻ വളരെ ആ കാര്യങ്ങളൊക്കെ വളരെ പുവറായിരിക്കും. ശരിയായ രീതിയിൽ ആസൂത്രണവും സംഘാടനവും നടത്താൻ കഴിയില്ല. ആൻഡ് ലാക്ക് ഓഫ് ഇൻഹിബിഷൻ, ശരിയായ രീതിയിൽ സ്വയം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, നമ്മൾ തെറ്റായ കാര്യങ്ങളൊക്കെ വിട്ടു നിൽക്കാനോ ഒക്കെയുള്ള ഒരു ഇത് ഉണ്ടല്ലോ, അതിന് കഴിയാത്തൊരവസ്ഥ. പെട്ടെന്ന് നമ്മളെ കൺട്രോൾ, സെൽഫ് റെസ്ട്രെയിൻറ്റ് ഇല്ലാത്തൊരവസ്ഥ വരും. പിന്നെ ബിഹേവിയറൽ ആൻഡ് ഇമോഷണൽ ചാലഞ്ചസ് ആണ് നെക്സ്റ്റ് വരുന്നത്. വ്യവഹാരപരവും അതുപോലെ തന്നെ വൈകാരികമായിട്ടുള്ള വെല്ലുവിളികൾ, നമ്മുടെ പെരുമാറ്റത്തിലും അതുപോലെ വികാര പ്രകടനങ്ങളുള്ള ചാലഞ്ചസ് ആണ്. ബിഹേവിയറൽ ആൻഡ് ഇമോഷണൽ ചാലഞ്ചസ് ഇൻക്ലൂഡ്, അതിൽ വരുന്നത് പ്രോബ്ലംസ് ഡീലിംഗ് വിത്ത് ചേഞ്ച് ഇൻ റൊട്ടീൻ ആൻഡ് ഓർ ചേഞ്ചിങ് ഫ്രം വൺ ആക്ടിവിറ്റി ടു ദ നെക്സ്റ്റ്. അത് നമ്മൾ റൊട്ടീൻ വർക്കിലുണ്ടാവുന്ന ചേഞ്ചസ് ഉണ്ടാവും,
അപ്പോൾ ഉണ്ടാകുന്ന ചില പ്രോബ്ലംസ്, അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് വേറെ ആക്ടിവിറ്റിക്ക് നമുക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ റൊട്ടീൻ വർക്ക് അതുപോലെ തന്നെ വേറെ ആക്ടിവിറ്റിയിൽ നിന്ന് മറ്റൊരു ആക്ടിവിറ്റിയിലേക്ക് നമ്മൾ പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലംസ് ഡീൽ ചെയ്യാൻ കുട്ടിക്ക് കഴിയില്ല. അതുപോലെ പ്രോബ്ലംസ് ജനറലൈസിങ് ലേൺഡ് സ്കിൽസ്, കുട്ടി സ്വായത്തമായുള്ള സ്കില്ലുകൾ, നൈപുണികൾ അത് ജനറലൈസ് ചെയ്യുക, സാമാന്യവൽക്കരിക്കാനുള്ള പ്രശ്നം. കുട്ടിക്കത് സാമാന്യവൽക്കരിച്ചിട്ട് ആ സ്കില്ല് ഉചിതമായ സന്ദർഭത്തിൽ ഉപയോഗിക്കാനുള്ള ആ സ്കില്ലുണ്ടാവില്ല, ആ കഴിവുണ്ടാവില്ല, അതിന് പ്രോബ്ലം ഉണ്ടാവും. യൂസിങ് ഓബ്ജക്ട്സ് ഇൻ അൺയൂഷ്വൽ വേസ് ആൻഡ് അൺകോമൺ അറ്റാച്ച്മെൻറ്റ്സ് ടു ഓബ്ജക്ട്സ്, വസ്തുക്കളൊക്കെ അസാധാരണമായ രീതിയിൽ ഉപയോഗിക്കുക, ശരിക്കും അതിൻ്റെ ഉപയോഗത്തിനനുസരിച്ച് അസാധാരണമായ രീതിയിൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ അൺകോമൺ അറ്റാച്ച്മെൻറ്റ്സ് ടു ഓബ്ജക്ട്സ്, സ്വാഭാവികമല്ലാത്ത സാധാരണയല്ലാത്ത അറ്റാച്ച്മെൻറ്റ് ഈ വസ്തുക്കളോട് കാണിക്കുക. അതുപോലെ ഡിഫിക്കൽറ്റി ഇൻ സ്ലീപ്പിംഗ്, അത് ഉറക്കത്തിലുണ്ടാവുന്ന ബുദ്ധിമുട്ട്, ശരിയായ ഉറക്കം കിട്ടാതിരിക്കുക. അതുപോലെ ക്രൈയിങ്, ബിക്കമിങ് ആംഗ്രി ഓർ ലാഫിങ് ഫോർ റീസൺ ദാറ്റ് ആർ ഡിഫിക്കൽട്ട് ടു ഡിറ്റർമിൻ ഓർ അറ്റ് സീമിംഗ്ലി ഇൻഅപ്രോപ്രിയേറ്റ് ടൈംസ്, കരയുക അല്ലെങ്കിൽ ദേഷ്യം പിടിക്കുക പെട്ടെന്ന്, അല്ലെങ്കിൽ ചിരിക്കുക. നമുക്ക് എന്തിനാണെന്ന് പറയാൻ പറ്റില്ല, വെറുതെ ചിരിക്കുക. ഫോർ റീസൺസ് ദാറ്റ് ആർ ഡിഫിക്കൽട്ട് ടു ഡിറ്റർമിൻ ഓർ അറ്റ് സീമിംഗ്ലി ഇൻഅപ്രോപ്രിയേറ്റ് ടൈംസ്, അല്ലെങ്കിൽ ഉചിതമല്ലാത്ത സമയത്ത് ഇങ്ങനെ ചിരിക്കുക, അമിതമായ കോപം കാണിക്കുക, കരയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബിഹേവിയറൽ ആൻഡ് ഇമോഷണൽ ചാലഞ്ചസിൽ വരുന്നു. അതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ആങ്സൈറ്റി ആൻഡ് ഓർ സോഷ്യൽ വിത്ഡ്രോവൽ, ഉത്കണ്ഠ അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് ഇങ്ങനെ പിൻവലിയുന്ന ഒരു മാനസികാവസ്ഥ. അത് പ്രധാനമായിട്ട് ഈ ആങ്സൈറ്റി സോഷ്യൽ വിത്ഡ്രോവലും വരുന്നത് പോസിബിളി ഡ്യൂ ടു ഫാക്ടേഴ്സ് സച്ച് ആസ് മിസ്ഇൻറ്റർപ്രിട്ടേഷൻ ഓഫ് സോഷ്യൽ ഇവൻറ്റ്സ്. സമൂഹത്തിലുണ്ടാകുന്ന ഈ ഇവൻറ്റുകൾ, സംഭവങ്ങളെ നമ്മൾ ശരിയായ രീതിയിൽ ഇൻറ്റർപ്രറ്റ് ചെയ്യാൻ നമുക്ക് കഴിയാത്തതിൻ്റെ അവസ്ഥയാണ്. അതിൻ്റെ കാര്യകാരണ സഹിതം വിലയിരുത്തി അതിന് ഇൻറ്റർപ്രറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ഒരുപാട് ആങ്സൈറ്റി നമുക്ക് ഒഴിവാകും. അതുപോലെ ഫെയിലിയർ ടു ഐഡൻറ്റിഫൈ സാലിയൻ്റ് ഓർ ഇറലവൻറ്റ് ഇൻഫർമേഷൻ, വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഇറലവൻ്റായിട്ട് ഇൻഫർമേഷനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. സാലിയൻ്റ് അല്ലെങ്കിൽ ഇറലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. റെലവൻ്റ് അല്ലാത്ത ഇൻഫർമേഷൻസിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. ആൻഡ് ചാലഞ്ചസ് വിത്ത് സോഷ്യലൈസേഷൻ, അതുപോലെ സാമൂഹ്യവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ട ഈ ചാലഞ്ചസ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ആങ്സൈറ്റി ആൻഡ് സോഷ്യൽ വിത്ഡ്രോവലിൽ വരുന്നത്. അപ്പം ഒന്നാമത് മിസ്ഇൻറ്റർപ്രിട്ടേഷൻ ഓഫ് സോഷ്യൽ ഇവൻറ്റ്സ്, അത് സാമൂഹികമായിട്ടുള്ള സംഭവങ്ങളെ ശരിയായ രീതിയിൽ ഇൻറ്റർപ്രറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യാം. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും, അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാവില്ല, ആൻസൈറ്റി ഉണ്ടാവും. ഇറലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എന്തായാലും ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയാതിരിക്കുക. രണ്ടാമത്, ഇപ്പോൾ ഇറലവൻ്റ് ഇൻഫർമേഷൻ ഐഡൻറ്റിഫൈ ചെയ്തില്ലെങ്കിലും നമുക്ക് എന്തുണ്ടാവും, ആൻസൈറ്റി ഉണ്ടാവും. കാരണം നമ്മൾ സത്യാവസ്ഥയല്ലേ മനസ്സിലാക്കുന്നത്, അത് തെറ്റായ കാര്യം മനസ്സിലാക്കിയിട്ടായിരിക്കും നമ്മൾ ആൻസൈറ്റി കാണിക്കുന്നത്. അതുപോലെ തന്നെ സോഷ്യലൈസേഷനിലുള്ള ചാലഞ്ചസ്, സാമൂഹ്യവൽക്കരണത്തിലുണ്ടാകുന്ന വെല്ലുവിളികൾ, ശരിയായ രീതിയിൽ സോഷ്യലൈസ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. ശരിക്കും സമൂഹത്തിൽ ഇടപെട്ട് ജീവിക്കുമ്പോഴേ നമുക്ക് ആൻസൈറ്റി ഒക്കെ മാറി കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ശരിയായ രീതിയിൽ സാമൂഹ്യവൽക്കരണം നടക്കാത്തത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് അതിനകത്ത് പ്രധാനമായിട്ട് വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒന്നാണ് ഇത് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, വിഷാദരോഗം നമ്മൾ പറയും. അപ്പോൾ ആങ്സൈറ്റി കൂടുമ്പോഴാണ് ഈ ഡിപ്രഷൻ വരുന്നത്. പോസിബിളി ഡ്യൂ ടു ചലഞ്ചസ് വിത്ത് സോഷ്യലൈസേഷൻ, സാമൂഹ്യവൽക്കരണമായിട്ട് ബന്ധപ്പെട്ട ചാലഞ്ച് വരുമ്പോഴാണ് സ്വാഭാവികമായിട്ട് ഡിപ്രഷൻ വരിക. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ കുടുംബാംഗങ്ങളെ, അടുത്ത അയൽവാസികൾ, അതുപോലെ ഫ്രണ്ട്സ്, ടീച്ചേഴ്സ്, ഇങ്ങനെ സമൂഹത്തിൽ വിവിധ ആളുകളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഡിപ്രഷൻ ഉണ്ടാവില്ല. അപ്പം ഈ ഡിപ്രഷനുള്ള ആൾക്കാർ എപ്പോഴും സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് വിത്ഡ്രോവലായിരിക്കും, സോഷ്യൽ വിത്ഡ്രോവൽ, എല്ലാവരും ഒറ്റപ്പെട്ടിട്ട് ഏകാന്തരായിട്ട് കഴിയുന്നൊരവസ്ഥയായിരിക്കും. അതാണ് വിഷാദരോഗം. അതുപോലെ യൂസിങ് ഏർലി ഡെവലപ്പിംഗ് സ്ട്രാറ്റജീസ് ഫോർ സെൽഫ് റെഗുലേഷന് വേണ്ടിയിട്ട് കുട്ടികൾ എന്താ ഏർലി ഡെവലപ്പിംഗ് സ്ട്രാറ്റജി, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ കുട്ടികളെ പയറ്റിയിരുന്ന സ്ട്രാറ്റജീസ്, തന്ത്രങ്ങൾ പയറ്റുക. ചെറിയ കുട്ടികളാവുമ്പോൾ ഉണ്ടാകുന്ന ശീലങ്ങളില്ലേ, എക്സാമ്പിൾ ചൂയിങ് ഓൺ ക്ലോത്തിങ്, ഈ വസ്ത്രത്തിൽ ഇങ്ങനെ കടിക്കുക, ഇതൊക്കെ സെൽഫ് റെഗുലേഷന് വേണ്ടി ആ പ്രായത്തിൽ ചെയ്യുന്നതാണ്. പക്ഷെ അത് മുതിർന്ന കുട്ടിയാകുമ്പോഴും അത് ചെയ്യാം. അതുപോലെ യൂസിങ് അൺകൺവെൻഷണൽ ബിഹേവിയറൽ സ്ട്രാറ്റജീസ് ആൻഡ് ഇമോഷണൽ എക്സ്പ്രഷൻസ്, എക്സാമ്പിൾ
അഗ്രഷൻ, ടാൻട്രംസ്, ബോട്ടിങ് ഫ്രം സിറ്റുവേഷൻസ്. പിന്നെ അൺകൺവെൻഷനൽ ആയിട്ടുള്ള, അതായത് നമ്മൾ അംഗീകരിക്കാത്ത, സൊസൈറ്റി അംഗീകരിക്കാത്ത ബിഹേവിയറൽ സ്ട്രാറ്റജീസ്, പെരുമാറ്റ തന്ത്രങ്ങൾ കുട്ടി പ്രയോഗിക്കും. അതുപോലെ ഇമോഷണൽ എക്സ്പ്രഷൻസും, വൈകാരികമായിട്ടുള്ള പ്രകടനങ്ങളും. അപ്പോൾ സമൂഹം അംഗീകരിക്കാത്ത അൺകൺവെൻഷനൽ ആയിട്ടുള്ള പെരുമാറ്റ രീതികളും അതുപോലെ തന്നെ വൈകാരിക പ്രകടനങ്ങളും. ഉദാഹരണമായിട്ട് അഗ്രഷൻ, ആക്രമിക്കുന്ന സ്വഭാവം, മറ്റുള്ളവരെ ആക്രമിക്കുക. ടാൻട്രംസ്, ദുശാഠ്യം, കലി എന്നൊക്കെ പറയും ടാൻട്രംസ്. അതുപോലെ ബോട്ടിങ് ഫ്രം സിറ്റുവേഷൻസ്, ഒരു സിറ്റുവേഷൻ ഒളിച്ചോടി പോവുക, പെട്ടെന്ന് മാറിപ്പോവുക, അതിനെ ഫേസ് ചെയ്യാതെ, ഇത്തരം കാര്യങ്ങളൊക്കെ. അതുപോലെ പ്രോബ്ലംസ് വിത്ത് സെൽഫ് മാനേജ്മെൻറ്റ്, സെൽഫ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം, സ്വന്തമായിട്ട് മാനേജ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. അതുപോലെ ഇനി നെക്സ്റ്റ് സെൻസറി ആൻഡ് ഫീഡിങ് ചാലഞ്ചസ്. സെൻസറി ആൻഡ് ഫീഡിങ് ചാലഞ്ചസ് നേരത്തെ നമ്മൾ പറഞ്ഞു, ഒന്നും കൂടി വിശദമായിട്ട് പറയാണ്. സെൻസറി ആൻഡ് ഫീഡിങ് ചാലഞ്ചസ് ഇൻക്ലൂഡ് സെൻസറി മൊഡാലിറ്റി ഡിഫിക്കൽട്ടീസ്. ഒന്നാമത് സെൻസറി ആൻഡ് ഫീഡിങ് ചാലഞ്ചസിൽ വരുന്നത് സെൻസറി മൊഡാലിറ്റി ഡിഫിക്കൽട്ടീസ് ആണ്. സെൻസറി മൊഡാലിറ്റി ഡിഫിക്കൽട്ടീസ് എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു എന്താണ്, പിന്നെ ഓവർ റെസ്പോൺസീവ്നെസ്, അല്ലെങ്കിൽ അണ്ടർ റെസ്പോൺസീവ്നെസ്, അല്ലെങ്കിൽ മിക്സർ റെസ്പോൺസീവ്നെസ് ആയിരിക്കും. എന്തിനോട്? എൻവയറമെൻ്റൽ സ്റ്റിമുലി, അതായത് സൗണ്ട്, എൻവയറമെൻ്റൽ സൗണ്ട്, സ്മെൽസ്, അതുപോലെ തന്നെ ലൈറ്റ്, ഇതിനോടൊക്കെ ഒന്നുകിൽ ഓവറായിട്ട് കുട്ടി റെസ്പോണ്ട് ചെയ്യും, അല്ലെങ്കിൽ അണ്ടർ റെസ്പോൺസീവ്നെസ് ആവും, അല്ലെങ്കിൽ മിക്സഡ് ആയിരിക്കും. അപ്പോൾ ശരിയായ രീതിയിൽ അതിൻ്റെ ഇഫക്റ്റ് കുട്ടിക്ക് കിട്ടൂല. ഒരു സൗണ്ടാണോ ലൈറ്റാണോ ഒക്കെ ആണെങ്കിൽ അതിന് ശരിയായ രീതിയിൽ ഉൾക്കൊള്ളാൻ കുട്ടി കഴിയില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. സെൻസറി മൊഡാലിറ്റി ഡിഫിക്കൽട്ടീസ് ഇൻക്ലൂഡിംഗ് ഓവർ റെസ്പോൺസീവ്നെസ്, അണ്ടർ റെസ്പോൺസീവ്നെസ് ഓർ മിക്സഡ് റെസ്പോൺസീവ്നെസ് പാറ്റേൺസ് ടു എൻവയറമെൻ്റൽ സൗണ്ട്സ്, സ്മെൽസ്, ലൈറ്റ്, ടാക്ടൈൽ സ്റ്റിമുലേഷൻ, മൂവ്മെൻറ്റ്, വിഷ്വൽ ക്ലട്ടർ ആൻഡ് സോഷ്യൽ സ്റ്റിമുലി. എക്സാമ്പിൾ സോഷ്യൽ ടച്ച്, പ്രോക്സിമിറ്റി ഓഫ് അതേഴ്സ്. സോഷ്യൽ ടച്ച് വളരെ പ്രധാനമാണ്. സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പം ഷോൾഡറിലൊക്കെ ഒന്ന് തൊടുക, തട്ടുകയൊക്കെ ചെയ്യൂലേ, അതൊക്കെ ഒരു സ്നേഹം, സൗഹൃദം കൂട്ടിയുറപ്പിക്കുന്നതിൻ്റെ ഭാഗമാണ്. വലിയ സന്തോഷം വരുന്ന സംഭവമാണ്. പക്ഷേ ഇതിനോടൊക്കെ ഒരു ഇറിറ്റേഷൻ ആയിരിക്കും. അതുപോലെ മറ്റുള്ളവർ അടുപ്പുണ്ടാവില്ല, പ്രോക്സിമിറ്റി ഓഫ് അതേഴ്സ്, അടുപ്പുണ്ടാവില്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം ഈ എന്താണ് ഓവർ റെസ്പോൺസീവ്നെസ്, അല്ലെങ്കിൽ അണ്ടർ റെസ്പോൺസീവ്നെസ്, അല്ലെങ്കിൽ ഒരു മിക്സഡ് റെസ്പോൺസീവ്നെസ് പാറ്റേൺസ് എന്ത് ടു എൻവയറമെൻ്റൽ സൗണ്ട്സ്, സ്മെൽസ്, ലൈറ്റ്, ടാക്ടൈൽ സ്റ്റിമുലേഷൻ, സൗണ്ടുകളോട്, സ്മെല്ലിനോട്, ലൈറ്റിനോട്, അതുപോലെ ഈ സ്പർശിക്കുന്ന ഭാഗങ്ങളോട് ടാക്ടൈൽ സ്റ്റിമുലേഷൻ, അല്ല മൂവ്മെൻറ്റുകളോട്, അല്ലെങ്കിൽ വിഷ്വൽ ക്ലട്ടർ എന്ന് പറയുമ്പോൾ ഈ വസ്തുക്കളൊക്കെ ഈ ക്രമരഹിതമായിട്ട് ഇങ്ങനെ എല്ലാം കൂടി കൂട്ടിയിടുമ്പോഴുള്ള അവസ്ഥ, വിഷ്വൽ ക്ലട്ടർ, മൊത്തത്തിൽ ഇങ്ങനെ ക്രമം തെറ്റി എല്ലാം കൂടി കാണുമ്പോഴുള്ള അവസ്ഥ. അതുപോലെ സാമൂഹികമായിട്ടുള്ള ചോദ്യങ്ങൾ ആൻഡ് സോഷ്യൽ സ്റ്റിമുലി. എക്സാമ്പിൾ സോഷ്യൽ ടച്ച്, പ്രോക്സിമിറ്റി ഓഫ് അതേഴ്സ്. അപ്പോൾ ഇതാണ് സെൻസറി ആൻഡ് ഫീഡിങ് ചാലഞ്ചസിൽ വരുന്നത്. ഓട്ടിസത്തിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ സിംറ്റംസ്, കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് ആൻഡ് മെഡിക്കൽ എഡ്യൂക്കേഷണൽ മോഡിഫിക്കേഷൻസ് എന്താണെന്ന് പരിശോധിക്കാം. ട്രീറ്റ്മെൻറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷണൽ മോഡിഫിക്കേഷൻസ്. ഏറ്റവും പ്രധാനം ഒന്ന്, ക്രിയേറ്റിംഗ് ആൻ എൻവയറമെൻറ്റ് ദാറ്റ് ഈസ് നോട്ട് ഓവർ സ്റ്റിമുലേറ്റിംഗ്. ഓവറായിട്ട് കുട്ടിയെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു എൻവയറമെൻറ്റ് ഉണ്ടാവാൻ പാടില്ല. ഓവറായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന എൻവയറമെൻറ്റ്, ഓവറായിട്ട് സൗണ്ടോ കാര്യങ്ങളൊക്കെ ഡിസ്ട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാകാൻ പാടില്ല. ദ ചൈൽഡ് ഡു ബെറ്റർ ഇഫ് ദർ ഈസ് നോ ലൗഡ് മ്യൂസിക് പ്ലേയിങ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്. കുട്ടിക്ക് പ്രവർത്തനങ്ങൾ കൂടുതലായിട്ട് നന്നായി ചെയ്യാൻ കഴിയപ്പോഴാണ് ബാക്ക്ഗ്രൗണ്ടിൽ ലൗഡായിട്ടുള്ള മ്യൂസിക് പ്ലേയിങ് ഒന്നും ഇല്ലാത്ത അവസ്ഥയിലാണ്. ടേപ്പ് റെക്കോർഡറിലോ ടി വിയിലൊക്കെ പാട്ട്, റേഡിയോയിലൊക്കെ പാട്ടും ഒക്കെ ബാക്ക്ഗ്രൗണ്ടിലുണ്ടായ കുട്ടി കൃത്യമായിട്ട് ചെയ്യാൻ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കണം. ഓവർ സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ള സൗണ്ടുകൾ പാടില്ല. കാരണം ആസിഡ് ഡിസ്ട്രാക്ട്സ് ആൻഡ് ഓട്ടിസ്റ്റിക് ചൈൽഡ് ഫ്രം കോൺസെൻട്രേറ്റിംഗ്. ഒരു ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ചൈൽഡിന് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെന്നും അത് കുട്ടികളെ എന്ത് ചെയ്യും, ഡിസ്ട്രാക്റ്റ് ചെയ്യും, ശ്രദ്ധ വ്യതിചലിപ്പിക്കും എന്നുള്ളതാണ്. രണ്ടാമത്, ക്രിയേറ്റ് എ സ്ട്രക്ചേർഡ് എൻവയറമെൻറ്റ് വിത്ത് പ്രഡിക്റ്റബിൾ റൊട്ടീൻസ്. ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ശരിക്കും ഒരു ഘടന ഉള്ള ഒരു രീതിയിലുള്ള ഒരു എൻവയറമെൻറ്റ് ഉണ്ടാക്കിയെടുക്കുക. കുട്ടിക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന റൊട്ടീൻ വർക്കുകൾ, ആ രൂപത്തിൽ പ്രവർത്തനങ്ങളെ ക്രമീകരിക്കുക. ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിൽ പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുക. അതുപോലെ ഗീവ് ഫ്യൂവർ ചോയ്സസ്. അത് ഒരു പ്രവർത്തനം കൊടുക്കുമ്പോൾ കുറഞ്ഞ ചോയ്സ് കൊടുക്കും. ഒരുപാട് ചോയ്സ് കൊടുത്താൽ കുട്ടി കൺഫ്യൂഷനാവും. എക്സാമ്പിൾ, ഇഫ് എ ചൈൽഡ് ആസ്ക്ഡ് ടു പിക്ക് എ കളർ
സേ റെഡ് കളറ് പിക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഓൺലി ഗീവ് ഹിം 3 ചോയ്സസ് ടു പിക്ക് ഫ്രം. ആ ഒരു 3 ചോയ്സൊക്കെ കൊടുക്കുക, അതിനപ്പുറത്തേക്കുള്ള ചോയ്സുകൾ കൊടുക്കരുത്. അങ്ങനെ കൊടുത്താൽ കുട്ടി കൺഫ്യൂസ് ചെയ്യും. അടുത്ത സെലക്ട് റിപ്പീറ്റീവ് മോഷൻസ് വെൻ വർക്കിംഗ് ഓൺ പ്രൊജക്ട്സ്. പ്രൊജക്റ്റുകളൊക്കെ വർക്ക് ചെയ്യുമ്പോൾ റിപ്പീറ്റീവായിട്ട് ആവർത്തിച്ച് വരുന്ന ചലനങ്ങൾ കുട്ടിക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. റിപ്പീറ്റീവ് മോഷൻസ് വേണം. അതുപോലെ കീപ്പ് വോയിസ് ലോ ആൻഡ് ക്ലിയർ വെൻ ടീച്ചിങ്. പഠിപ്പിക്കുമ്പോൾ ശബ്ദം ഒന്ന് ലോ ആക്കുക, വളരെ ക്ലിയർ ആക്കുക. ഓവേഴ്സ് ആയിട്ടുള്ള വോളിയത്തിലുള്ള സൗണ്ട് കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉൾക്കൊള്ളാൻ കഴിയില്ല, പ്രത്യേകിച്ച് ഓട്ടിസ്റ്റുള്ള കുട്ടി. അപ്പോൾ വോയിസ് ലോ ആക്കുക, അത് ക്ലിയറും ആക്കുക. ഓട്ടിസ്റ്റിക് ചിൽഡ്രൻ ബിക്കം agitated and confused if a speaking voice is too loud. നമ്മുടെ സ്പീക്കിംഗ് വോയിസ് ടു ലൗഡാണെങ്കിൽ, കൂടുതൽ ലൗഡാണെങ്കിൽ ഓട്ടിസ്റ്റിക് ആയിട്ട് ഒരു കുട്ടി എന്ത് ചെയ്യും, കൺഫ്യൂസ്ഡ് ആയിപ്പോവും. അവർ ഭയങ്കര അജിറ്റേഷനായിരിക്കും, അവന് സഹിക്കാൻ കഴിയില്ല, ആകെ ഇറിറ്റേഷനായിരിക്കും, അസ്വസ്ഥതയായിരിക്കും. അതുപോലെ ലിമിറ്റ് ഫിസിക്കൽ കോണ്ടാക്ട് ലിമിറ്റ് ചെയ്യണം. കാരണം ഇത്തരം കുട്ടികൾക്ക് ആർട്ടിസ്റ്റിക് ചിൽഡ്രൻ കനോട്ട് പ്രോപ്പർലി ഇൻ്റർപ്രിറ്റ് ബോഡി ലാംഗ്വേജ് ആൻഡ് ടച്ച്. നമ്മളെ മാതിരി നോർമൽ കുട്ടികളെ മാതിരി ബോഡി ലാംഗ്വേജും ടച്ചും കൃത്യമായിട്ട് ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ കുട്ടികൾക്ക് കഴിയില്ല. സോ മിനിമൽ ബോഡി ഫിസിക്കൽ കോണ്ടാക്ട് ഈസ് ബെസ്റ്റ്. അപ്പോൾ മിനിമത്തിലുള്ള ഒരു ബോഡി അത് ഫിസിക്കൽ കോണ്ടാക്റ്റ് ആണ് നല്ലത്. ഓവർ ബോഡി കോണ്ടാക്ട് ഈ കുട്ടികളടുത്ത് പറ്റില്ല എന്നതാണ്. അതുപോലെ അലോ സ്റ്റുഡൻസ് സ്റ്റാൻഡ് ഇൻസ്റ്റെഡ് ഓഫ് സിറ്റിംഗ് അറൗണ്ട് എ ടേബിൾ ഫോർ എ ക്ലാസ് ഡെമോൺസ്ട്രേഷൻ. ഒരു ക്ലാസ്സിൽ ഡെമോൺസ്ട്രേഷൻ നടക്കുകയാണെങ്കിൽ ഈ ടേബിളിൻ്റെ ചുറ്റുമായി കുട്ടികൾ നിൽക്കാൻ പറയും, ഇരിക്കുന്നതിന് പകരം. അല്ല ഡെസ്കാരും ടേബിളായാലും ഇരിക്കുന്നതിന് പകരം നിൽക്കാൻ വേണ്ടിയിട്ട് പറയാം. അപ്പോഴാണ് കുറച്ചുകൂടി കുട്ടികൾക്ക് അറ്റൻഷൻ കിട്ടുന്നത്. അതുപോലെ എൻകറേജ് ആൻഡ് പ്രൊമോട്ട് 1-to-1 ഇൻട്രാക്ഷൻസ് വിത്ത് സ്റ്റുഡൻസ് ടു പ്രൊമോട്ട് സോഷ്യൽ സ്കിൽസ്. സാമൂഹികമായിട്ടുള്ള നൈപുണികൾ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് 1-to-1 ഇൻട്രാക്ഷൻ, പരസ്പരമുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള നേരിട്ടുള്ള ഇൻട്രാക്ഷൻസ് കുട്ടികൾക്ക് പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ എലിമിനേറ്റ് സ്ട്രെസ്സ് ഒഴിവാക്കുക. കംപ്ലീറ്റ് സ്ട്രെസ് ഒഴിവാക്കണം. അപ്പോഴേ കുട്ടിക്ക് ആൻസൈറ്റി ഒക്കെ ഒഴിവാവുള്ളൂ. സ്ട്രെസ് ഒഴിവാക്കുക, എലിമിനേറ്റ് ചെയ്യുക. കുട്ടികളിലുള്ള സ്ട്രെസ് എലിമിനേറ്റ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ ടീച്ചർ നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ രസകരമായ രീതിയിൽ കുട്ടിക്ക് സന്തോഷപ്രദമായ രീതിയിലൊക്കെയുള്ള ക്ലാസ്സുകൾ ഒക്കെ കൈകാര്യം ചെയ്യാം. അതുപോലെ ഫോർ വിഷ്വൽ ലേണേഴ്സ് ബി ഷുവർ ടു യൂസ് സയൻസ് ആൻഡ് പിക്ചേഴ്സ്. വിഷ്വൽ ലേണേഴ്സ്, അതായത് വിഷ്വൽ ലേണിംഗ് ആണ് കൂടുതൽ താല്പര്യമുള്ള കുട്ടി. അതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് വിഷ്വൽ ലേണിംഗ് ആണ് കുട്ടിയൊക്കെ കൂടുതൽ താല്പര്യമെങ്കിൽ എന്ത് ചെയ്യുക, അടയാളങ്ങൾ അതുപോലെ ചിത്രങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. ദിസ് ഈസ് ദി ബിഗിനിങ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഫോർ ദീസ് ചിൽഡ്രൻ. ഈ കുട്ടികൾക്ക് ഉള്ള സാമൂഹ്യമായിട്ടുള്ള ആശയപരമായിട്ടുള്ള ആശയവിനിമയത്തിൻ്റെ സ്കില്ലിൻ്റെ തുടക്കം ഇതാണ്. ഇത് സയൻസ് ആൻഡ് പിക്ചേഴ്സ്, ചില അടയാളങ്ങൾ ചിത്രങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് കുട്ടികൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് തുടങ്ങുന്നത് എന്നുള്ളതാണ്. അപ്പം അത് ഉപയോഗിക്കുക. ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഓട്ടിസമുള്ള കുട്ടികൾക്ക് ക്ലാസ് റൂമിൽ നടത്തേണ്ട മോഡിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ചെറിയ ടോപ്പിക്കും കൂടിയുണ്ട്, സ്പെസിഫിക് ലാംഗ്വേജ് ഡിഫിക്കൽട്ടീസ്. വാട്ട് ഈസ് സ്പെസിഫിക് ലാംഗ്വേജ് ഇമ്പയർമെൻറ്റ്സ് ഓർ ഡിഫിക്കൽട്ടീസ്, SLI. സ്പെസിഫിക് ലാംഗ്വേജ് ഇമ്പയർമെൻറ്റ്സ് എന്ന് പറയും, സ്പെസിഫിക് ലാംഗ്വേജ് ഡിഫിക്കൽട്ടീസ് എന്ന് പറയും. സ്പെസിഫിക് ലാംഗ്വേജ് ഇമ്പയർമെൻറ്റ് ഈസ് എ communication disorder that interferes with the development of language skills in children who have no hearing loss or intellectual disabilities. ഹിയറിംഗ് ലോസോ, അതായത് ശ്രവണ വൈകല്യമോ അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റീസ്, ബുദ്ധിപരമായ വൈകല്യങ്ങളൊന്നും ഇല്ലാത്ത കുട്ടികൾ, അങ്ങനത്തെ കുട്ടികൾക്ക് ഉണ്ടാവുന്ന കമ്മ്യൂണിക്കേഷൻ ഡിസോർഡറാണ്. അത് ആ കമ്മ്യൂണിക്കേഷൻ ഡിസോർഡർ ഇൻ്റർഫിയർ ചെയ്യും വിത്ത് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ലാംഗ്വേജ് സ്കിൽസ്. കുട്ടിയുടെ ഭാഷാപരമായ നൈപുണികൾ വികസിപ്പിച്ചെടുക്കുന്നതിൽ ഈ കമ്മ്യൂണിക്കേഷൻ ഡിസോർഡർ ഇൻ്റർഫിയർ ചെയ്യുന്നു. ആ കുട്ടികൾക്ക് പക്ഷേ എന്തുണ്ടാവില്ല, ഹിയറിംഗ് ലോസോ മറ്റ് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റീസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഹിയറിംഗ് ലോസോ മറ്റ് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റീസ് ഒന്നും ഇല്ലാത്ത കുട്ടികൾക്ക് അവരുടെ ഭാഷാപരമായ വികാസത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഡിസോർഡർ ഉണ്ടായിരിക്കും. അതാണ് സ്പെസിഫിക് ലാംഗ്വേജ് ഇമ്പയർമെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. SLI can affect a child speaking, listening, reading and writing. സ്പെസിഫിക് ലേണിംഗ് ഇമ്പയർമെൻറ്റ് കുട്ടിയുടെ ഭാഷണത്തെ, ശ്രവണത്തെ, വായനയെ, ലേഖനത്തെ എല്ലാം എന്ത് ചെയ്യും, ബാധിക്കും.
കോർ ലാംഗ്വേജ് സ്കിൽസ് ആണല്ലോ LSRW, ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്. അതിനെല്ലാം ബാധിക്കും. SLA ഈസ് ആൾസോ കാൾഡ് ഡെവലപ്മെൻറ്റൽ ലാംഗ്വേജ് ഡിസോർഡർ, ലാംഗ്വേജ് ഡിലേ ഓർ ഡെവലപ്മെൻറ്റൽ ഡിസ്ഫാസിയ. SLAനെ ഡെവലപ്മെൻറ്റൽ ലാംഗ്വേജ് ഡിസോർഡർ എന്ന് പറയും, അല്ലെങ്കിൽ ലാംഗ്വേജ് ഡിലേ എന്ന് പറയും, അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ ഡിസ്ഫാസിയ എന്ന് പറയും. ഡിസ്ഫാസിയ എന്ന് പറയുമ്പോൾ സ്പെസിഫിക് കൃത്യമായിട്ട് സ്പെസിഫിക്കായിട്ട് പിന്നെ സ്പീച്ച് ലാംഗ്വേജ് എക്സ്പ്രഷനിൽ ഉണ്ടാവുന്ന അതിൻ്റെ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടിലാണ് ഡിസ്ഫാസിയ എന്ന് പറയുന്നത്. അപ്പം അതിനെ ലാംഗ്വേജ് ഡിസോർഡർ എന്ന് പറയും, ലാംഗ്വേജ് ഡിലേ എന്ന് പറയും, ഡെവലപ്മെൻറ്റൽ ഡിസ്ഫാസിയ എന്ന് പറയും. സ്പെസിഫിക് ഡിസ്ഫങ്ഷൻ ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് എക്സ്പ്രഷൻ ആണ് ഡിസ്ഫാസിയ. The cause of SLA is unknown, but recent discoveries suggest that it has a strong genetic link. SLAൻ്റെ കാരണങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഇപ്പോഴും അറിയില്ല. പക്ഷേ റീസെൻ്റായിട്ടുള്ള ഡിസ്കവറീസ് സജസ്റ്റ് ചെയ്യുന്നത് എന്താണ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ജനറ്റിക് ലിങ്ക് ഉണ്ട്, ജീൻസുമായിട്ട് ബന്ധപ്പെട്ട ലിങ്കാണ് ഇതിന് കാരണം എന്ന് പറയുന്നു. എന്നാൽ കൃത്യമായിട്ട് എന്തില്ല, പിന്നെ SLAൻ്റെ കാരണം എന്താണെന്ന് ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല എന്നല്ല, ജനറ്റിക് ലിങ്കാണെന്ന് പറയുന്നുണ്ട്. ലേണിംഗ് മോർ ദാൻ വൺ ലാംഗ്വേജ് അറ്റ് എ ടൈം ഡസ് നോട്ട് കോസ് SLA. ഒന്നിലധികം ഭാഷകൾ ഒരേ സമയത്ത് പഠിക്കുക എന്നുള്ളത് SLAനെ എന്ത് ചെയ്യുന്നില്ല, ബാധിക്കുന്നില്ല. അതൊന്നുമല്ല പ്രശ്നം. ഡിസോർഡർ ക്യാൻ ഓവർ അഫക്റ്റ് ബോത്ത് മൾട്ടിലിംഗ്വൽ ചിൽഡ്രൻ ആൻഡ് ചിൽഡ്രൻ ഹൂ സ്പീക്ക് ഓൺലി വൺ ലാംഗ്വേജ്. പല ഭാഷകൾ സംസാരിക്കുന്ന കുട്ടികളെയും ഒറ്റ ഭാഷ മാത്രം സംസാരിക്കുന്ന കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നു, ഇത് ബാധിക്കും ഈ ഡിസോർഡർ. അല്ലാതെ പല ഭാഷ സംസാരിക്കുന്നതുകൊണ്ട് കൊണ്ടുണ്ടാകുന്ന പ്രശ്നമല്ല സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റീസ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യാൻ കഴിയും നമുക്ക്? ഹൗ ഈസ് SLA ഡയഗ്നൈസ്ഡ്? ഇഫ് എ ഡോക്ടർ, ടീച്ചർ ഓർ പാരൻറ് സസ്പെക്ട്സ് ദാറ്റ് എ ചൈൽഡ് ഹാസ് SLA, സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിസ്റ്റ് ക്യാൻ ഇവാലുവേറ്റ് ദ ചൈൽഡ്സ് ലാംഗ്വേജ് സ്കിൽസ്. ഒരു ഡോക്ടർക്കോ ഒരു അധ്യാപകനോ അല്ലെങ്കിൽ ഒരു പാരൻറ്റിനോ രക്ഷിതാവിനോ സംശയമുണ്ട് ഈ കുട്ടിക്ക് സ്പെസിഫിക് ലേണിംഗ് ഇമ്പയർമെൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഒരു വിദഗ്ധനായ സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിസ്റ്റിനെ ഉപയോഗിച്ചുകൊണ്ട് അവരെ കൊണ്ട് ഈ കുട്ടി ഇവാലുവേറ്റ് ചെയ്യിപ്പിക്കാം. കുട്ടീൻ്റെ ലാംഗ്വേജ് സ്കിൽസ് ഇവാലുവേറ്റ് ചെയ്യിപ്പിക്കാം. എന്തൊക്കെയാണ് ഇവാലുവേഷൻ ഉൾപ്പെടും? ഇൻ ജനറൽ ആൻഡ് ഇവാലുവേഷൻ ഇൻക്ലൂഡ്സ് ഡയറക്റ്റ് ഒബ്സർവേഷൻ ഓഫ് ദ ചൈൽഡ്. കുട്ടിയെ നിരീക്ഷിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, കുട്ടിയുടെ ലാംഗ്വേജ് സ്കിൽസ് നിരീക്ഷിച്ചുകൊണ്ട് പിന്നെന്ത് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യാം, നേരിട്ട് നിരീക്ഷിക്കുക. ആൻഡ് ഇൻ്റർവ്യൂസ് ആൻഡ് ക്വസ്റ്റ്യനേഴ്സ് കംപ്ലീറ്റഡ് ബൈ പാരൻസ് ആൻഡ് ഓർ ടീച്ചേഴ്സ്. പാരൻസ് അല്ലെങ്കിൽ ടീച്ചേഴ്സ്, അല്ലെങ്കിൽ പാരൻസും ടീച്ചേഴ്സും കൂടെ കംപ്ലീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യനെയർ അല്ലെങ്കിൽ അവരുള്ള ഇൻ്റർവ്യൂസിൽ കൂടിയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികളുമായിട്ടും ഒക്കെ ഉള്ള ഇൻ്റർവ്യൂസ്, അതുപോലെ പാരൻസും ടീച്ചേഴ്സും കംപ്ലീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യനെയർ, അവരോടൊക്കെ ഉള്ള ഇൻ്റർവ്യൂവിൽ കൂടിയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈ സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിസ്റ്റിന് ഈ കുട്ടികളെ ലാംഗ്വേജ് സ്കിൽസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അതുപോലെ അസസ്മെൻറ്റ്സ് ഓഫ് ദ ചൈൽഡ്സ് ലേണിംഗ് അബിലിറ്റി, കുട്ടീൻ്റെ പഠനത്തിലുള്ള കഴിവ് അസസ് ചെയ്തുകൊണ്ട് ടെസ്റ്റുകളൊക്കെ നടത്തിക്കൊണ്ട് അസസ് ചെയ്യാൻ വേണ്ടി കഴിയും. അതുപോലെ സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ് ഓഫ് കറൻറ്റ് ലാംഗ്വേജ് പെർഫോമൻസ്, ഇപ്പോഴുള്ള കുട്ടീൻ്റെ ലാംഗ്വേജ് പെർഫോമൻസ് അളക്കാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റുകൾ നടത്തിക്കൊണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, സൈക്കോളജിയിൽ സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ ദീസ് ടൂൾസ് അലോ ദ സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിസ്റ്റ് ടു കമ്പയർ ദ ചൈൽഡ്സ് ലാംഗ്വേജ് സ്കിൽസ് ടു ദോസ് ഓഫ് സെയിം ഏജ് peers. ഇങ്ങനെയുള്ള ടൂളുകൾ സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിസ്റ്റിനെ സഹായിക്കുന്നതിന് കുട്ടീൻ്റെ ലാംഗ്വേജ് സ്കിൽസ് അവൻ്റെ അതേ സമപ്രായത്തിലുള്ള മറ്റ് കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ ഐഡൻറ്റിഫൈ സ്പെസിഫിക് ഡിഫിക്കൽറ്റീസ്, സ്പെസിഫിക് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളെ കുട്ടികളിലുള്ള ലാംഗ്വേജ് പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ആൻഡ് പ്ലാൻ ഫോർ പൊട്ടൻഷ്യൽ ട്രീറ്റ്മെൻറ്റ് ടാർജറ്റ്സ് ടാർജറ്റ്. അങ്ങനെ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ അതെന്താണെന്നുള്ളത് ടാർജറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. വാട്ട് ട്രീറ്റ്മെൻറ്റ്സ് ആർ അവൈലബിൾ ഫോർ SLA? SLAക്കുള്ള ട്രീറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ്? സ്പെസിഫിക് ലാംഗ്വേജ് ഇമ്പയർമെൻറ്റുള്ള കുട്ടികൾക്കുള്ള ട്രീറ്റ്മെൻറ്റാണ് പറയുന്നത്. ട്രീറ്റ്മെൻറ്റ് സർവീസസ് ഫോർ SLA ആർ ടിപ്പിക്കലി പ്രൊവൈഡഡ് ഓർ ഓവർസീൻ ബൈ എ ലൈസൻസ്ഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിസ്റ്റ്. ആധികാരികമായിട്ട്
ലൈസൻസ് ഉള്ള സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിസ്റ്റിന് മാത്രമേ ഇത് ചെയ്യാനുള്ള അധികാരമുള്ളൂ. അപ്പം അവരെ കൊണ്ട് അവരെ കൺസൾട്ട് ചെയ്തിട്ടാണ് ഈ കുട്ടിയൊക്കെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത്. ട്രീറ്റ്മെൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഏജ് ആൻഡ് നീഡ്സ് ഓഫ് ദ പേഴ്സൺ. കുട്ടീൻ്റെ ഏജ് അതുപോലെ ആവശ്യം, വയസ്സ് അതുപോലെ ആവശ്യം, അതിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. സ്റ്റാർട്ടിങ് ട്രീറ്റ്മെൻറ്റ് ഏർലി ക്യാൻ ഹെൽപ്പ് യങ് ചിൽഡ്രൻ. ചെറിയ കുട്ടികളെ അവർക്ക് ഏർലി ആയിട്ട് തന്നെ ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ അത് സഹായകമാണ്. എന്തിനൊക്കെ? അക്വയർ മിസ്സിങ് എലമെൻറ്റ്സ് ഓഫ് ഗ്രാമറിൽ കുട്ടിക്ക് നഷ്ടപ്പെട്ട എലമെൻസുകൾ, ഘടകങ്ങൾ അക്വയർ ചെയ്യാൻ അത് കുട്ടിയെ സഹായിക്കും, എത്രയും നേരത്തെ തന്നെ കണ്ടെത്തിയിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ. എക്സ്പാൻഡ് ദെയർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് യൂസ് ഓഫ് വേർഡ്സ്. അവരുടെ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ എക്സ്പാൻഡ് ചെയ്യാൻ, അതുപോലെ വാക്കുകളുടെ ഉപയോഗങ്ങൾ അതൊക്കെ എക്സ്പാൻഡ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ ഡെവലപ്പ് സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. സാമൂഹികമായിട്ടുള്ള ആശയവിനിമയ നൈപുണികൾ വികസിപ്പിച്ചെടുക്കാൻ അത് അവരെ സഹായിക്കും. എത്ര നേരത്തെ ഡിറ്റക്റ്റ് ചെയ്യുന്നു, എത്ര നേരത്തെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു, അതിനനുസരിച്ചിട്ട് കുട്ടിയൊക്കെ എന്ത് ചെയ്യുന്നു ഈ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നതാണ്. പിന്നെ സ്കൂൾ ഏജ് ചിൽഡ്രന് എന്ത് കൊടുക്കുക? അപ്പോൾ കോമൺ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഫോർ സ്കൂൾ ഏജ് ചിൽഡ്രൻ ട്രീറ്റ്മെൻറ്റ് മേ ഫോക്കസ് ഓൺ അണ്ടർസ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ ഇൻ ദ ക്ലാസ് റൂം ഇൻക്ലൂഡിങ് ഹെൽപ്പിംഗ് വിത്ത് ഇഷ്യൂസ് സച്ച് ആസ്. അതായത് സ്കൂൾ ഏജ് ചിൽഡ്രൻ കുട്ടികൾക്ക് ട്രീറ്റ്മെൻറ്റ് ഫോക്കസ് ചെയ്യേണ്ടതാണ് ഇൻസ്ട്രക്ഷൻ. കുട്ടിക്ക് ക്ലാസ്സിൽ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അത് ഗ്രഹിക്കാനുള്ള ഒരു കാര്യത്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ക്ലാസ് എടുക്കുന്ന കാര്യങ്ങൾ, ടീച്ചർ ക്ലാസ് എടുക്കുന്ന കാര്യങ്ങൾ, ഇൻസ്ട്രക്ഷൻസ് കുട്ടിക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയണം, ഗ്രഹിക്കണം. അപ്പം കുട്ടിയെ നമ്മൾ ഹെൽപ്പ് ചെയ്യണം. ഏതൊക്കെ ഇഷ്യൂസിൽ? ഇൻക്ലൂഡിങ് ഹെൽപ്പിംഗ് വിത്ത് ഇഷ്യൂസ് സച്ച് ആസ് ഫോളോയിങ് ഡയറക്ഷൻസ്. അധ്യാപകൻ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പാലിക്കാൻ, അത് മനസ്സിലാക്കിക്കൊണ്ട് പാലിക്കുക, അത് വേണം. അതുപോലെ അണ്ടർസ്റ്റാൻഡിങ് ദ മീനിങ് ഓഫ് ദ വേർഡ്സ് ദാറ്റ് ടീച്ചേഴ്സ് യൂസ്. അധ്യാപകൻ ഉപയോഗിക്കുന്ന വാക്കുകളുടെ അർത്ഥങ്ങൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? കുട്ടിക്ക് കഴിയണം. അതുപോലെ ഓർഗനൈസിങ് ഇൻഫർമേഷൻ, കിട്ടിയ ഇൻഫർമേഷനെ കൃത്യമായി സംഘടിപ്പിക്കാൻ, അതിൻ്റെ സംഘാടനത്തിൽ കുട്ടി കഴിവുണ്ടാവണം. അതുപോലെ ഇംപ്രൂവിങ് സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ് സ്കിൽസ്. ഭാഷണത്തിലും അതുപോലെ തന്നെ വായനയിലും അതുപോലെ തന്നെ ലേഖനത്തിലുള്ള നൈപുണികൾ ഇംപ്രൂവ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സ്കൂൾ ചിൽഡ്രൻ നമ്മൾ ഭാഷാപരമായിട്ട് ഈ വൈകല്യമുള്ള ഈ കുട്ടിയെ കൊടുക്കാവും. ഇപ്പോൾ ടീച്ചേഴ്സിൻ്റെ റോളും കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇത് അതർ ഇമ്പയർമെൻറ്റ്സ് ആൻഡ് ലേണിംഗ് ഡിഫിക്കൽട്ടീസ് എന്നുള്ള ഭാഗത്തുനിന്ന് ഉള്ള 2 ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് പഠിക്കുക, നോട്ട്സൊക്കെ തയ്യാറാക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുകയാണ്. താങ്ക് യു ആൾ.